عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയ സഹോദരന്മാരെ, വിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. റഹ്മാനായ അല്ലാഹു നമ്മുടെ നോമ്പും നമ്മുടെ എല്ലാ കർമ്മങ്ങളും അവൻ സ്വീകരിച്ച് അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വളരെ വേഗതയിലാണ് ഓരോ നിമിഷവും കഴിഞ്ഞു പോകുന്നത്. ചെയ്യാവുന്നതിൻ്റെ മാക്സിമം പരമാവധി ഓരോ വിശ്വാസിയും ചെയ്ത് നന്മകൾ വാരിക്കൂട്ടി പ്രതിഫലം വാരിക്കൂട്ടി അള്ളാഹുവിങ്കലേക്ക് ഖേദിച്ച് മടങ്ങി അങ്ങനെ സ്വർഗത്തിൽ ഒരിടം നേടിയെടുക്കാനുള്ള സന്ദർഭമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അള്ളാഹു ഈ വിശുദ്ധമായ മാസം കൊണ്ട് ഇതിലെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങൾ കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതൊരു കാര്യവും ഏതൊരു കർമ്മവും അത് എത്ര ചെറുതാണെങ്കിലും അള്ളാഹു അത് പരിഗണിക്കുന്നു, അതിന് തക്ക പ്രതിഫലം നൽകുന്നു. നാം ചെയ്യുന്ന ഒരു നന്മയും അവൻ അറിയാതെ പോകുന്നില്ല എന്നാണ് അള്ളാഹു നമ്മോട് നൽകിയിട്ടുള്ള വാക്ക്. സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം, വമാ തഫ്അലൂ മിൻ ഖൈറിൻ. നോക്കൂ, നിങ്ങൾ ചെയ്യുന്ന ഏതൊരു നന്മയും നന്മ എന്താണ് തിന്മ എന്താണ് എന്ന് നമുക്കറിയാം. അത് മറ്റൊരാൾ പറഞ്ഞു തരേണ്ടതില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് ഒരാൾ പോയിട്ട് പാപം എന്താണ് നബിയെ, പുണ്യമെന്താണ്, പാപം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് നീ നിന്നോട് ചോദിക്കുക എന്നാണ്. അത് സംബന്ധമായ ഫത്വ നീ നിന്നോട് ചോദിക്കൂ, നിന്റെ മനസാക്ഷിയോട് ചോദിക്കുന്നു എന്ന്. കാരണം നന്മ എന്താണ് തിന്മ എന്താണ് അത് നമുക്കറിയാം, ആരും പറഞ്ഞു തരേണ്ടതില്ല. പിന്നെ ചോദിക്കുന്നത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവൻ അത് നന്മയാക്കി കിട്ടുമോ എന്ന വ്യാമോഹത്തിലും പ്രതീക്ഷയിലാണ് പോയി ചോദിക്കുന്നത്. നമുക്ക് ആത്യന്തികമായിട്ട് നമുക്കറിയാം എന്താണ് നന്മ എന്താണ് തിന്മ. അങ്ങനെ ചെയ്യുന്ന ഏതൊരു നന്മയും ആ നന്മ നിങ്ങൾ അറിയേണ്ടത് ഫഇന്നല്ലാഹ ബിഹി അലീം, അത് സംബന്ധമായി തീർച്ചയായും അള്ളാഹുവിൻ്റെ സൂക്ഷ്മജ്ഞാനമുണ്ട് കേട്ടോ എന്നാണ് അള്ളാഹു നമ്മോട് പറയുന്നത്. അതുകൊണ്ട് ഏതൊരു നന്മയാവട്ടെ ലാ തഹ്ഖിറന്ന, നിങ്ങൾ അതിനെ നിസ്സാരമായി കാണരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ, പുണ്യങ്ങളിൽ നന്മയുള്ള കാര്യങ്ങൾ ഒന്നിനെയും നിങ്ങൾ നിസ്സാരമായി കാണരുത്. എത്രത്തോളം നിങ്ങൾക്കറിയാമോ? വലൗ അൻ തൽഖാ അഖാക, നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ ഒരു സഹോദരനെ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടുന്നത് പോലും എങ്ങനെ? ബിവജിഹിൻ ത്വലീഖ്, പുഞ്ചിരിച്ചുകൊണ്ട്. നിനക്ക് വലിയ മുതൽ മുടക്കുണ്ടോ? കാണുമ്പം അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന പുഞ്ചിരിക്കുക, അതൊരു സദഖയാണ്. അതൊക്കെ അള്ളാഹുവിങ്കൽ പ്രതിഫലം രേഖപ്പെടുത്തുന്ന വലിയ പുണ്യമായ കാര്യമാണ് എന്ന് നമ്മൾ അറിയണം. അങ്ങനെയാകുമ്പോൾ ഒരു പുഞ്ചിരിയിൽ അത്രയും നന്മ ലഭിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് ഈ വായിച്ചത്. അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാം. ഒരു പുഞ്ചിരി കൊണ്ടാണെങ്കിൽ പുഞ്ചിരി കൊണ്ട് അതിനെ പ്രതിഫലമുള്ള ഒരു നന്മയാക്കി മാറ്റുക. അത് തന്നെ വിശുദ്ധമായ ഈ മാസത്തിലെ ഇത്തരം സന്ദർഭങ്ങളിലാകുമ്പോൾ എത്ര പ്രതിഫലമാണ് കിട്ടുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നോക്കൂ, ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ആളുകൾ പറഞ്ഞു, സ്വഹാബത്താണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, വഹബ അഹ്ലു ദുസൂരി ബിൽ ഉജൂർ. നോക്കൂ, കൂലികളൊക്കെയായി പണക്കാർ പോയി, പ്രതിഫലവും കൊണ്ട് പണക്കാർ പോയി എന്നാ പറയുന്നത്.
എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ സ്വഹാബത്ത് അവർ പാവങ്ങളാണ്. എല്ലാ പ്രതിഫലവുമായിട്ട് പണക്കാർ പോയി റസൂലുള്ള എന്നാ പറയുന്നത്. എന്നിട്ട് അവർ വിശദീകരിക്കുക, എങ്ങനെയാണ് പോയത്? ഞങ്ങൾ നമസ്കരിക്കും പോലെ അവരും നമസ്കരിക്കുന്നു, ഞങ്ങൾ നോമ്പ് നോൽക്കും പോലെ അവരും നോമ്പ് നോൽക്കുന്നു. പക്ഷേ ഞങ്ങൾ ചെയ്യാത്ത ഒന്നവർ ചെയ്യുന്നു. അവരുടെ നിത്യചെലവിൽ മിച്ചം വരുന്നതിന് വയതസദ്ദഖൂന ബിഫുളൂലി അംവാലിഹിം, മിച്ചം വരുന്ന സമ്പത്ത് അവർ സ്വതക്ക ചെയ്യുന്നു, ദാനമായി സക്കാത്തായി കൊടുക്കുന്നു. അത് ഞങ്ങൾക്ക് കഴിയുന്നില്ല. മറ്റൊക്കെ ഞങ്ങൾ ഒരുപോലെ ചെയ്യുന്നു. നാം നമസ്കരിക്കുന്നു, അവർ നമസ്കരിക്കുന്നു. നാം നോമ്പ് വിൽക്കുന്നു, അവർ നോമ്പ് വിൽക്കുന്നു. ദിക്ർ ചൊല്ലുന്നു, അവർ ദിക്ർ ചൊല്ലുന്നു. പക്ഷെ ഈ വിഷയത്തിൽ ഞങ്ങൾ നഷ്ടക്കാരാണ്, ഞങ്ങൾക്കത് സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത്. നോക്കൂ, അവലൈസ ഖദ് ജഅലല്ലാഹു ലക്കും മാ തസദ്ദഖൂന ബി, അവർ സ്വതക്ക ചെയ്യുന്നത് പോലെ ചെയ്യാനുള്ള വകുപ്പ് അള്ളാഹു നിങ്ങൾക്കും നൽകിയിട്ടില്ലേ? അതെന്തേ നിങ്ങൾ അറിയാത്തത്? നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ലേ? നിങ്ങളുടെ കൈവശവും കൊടുക്കാനുള്ള വകുപ്പുണ്ട്. എന്താണത്? ഇന്ന ബികുല്ലി തസ്ബീഹത്തിൻ സ്വതക്ക, കാരണം നിങ്ങൾ ചൊല്ലുന്ന ഒരു തസ്ബീഹ് സുബ്ഹാനല്ലാഹ്, അതൊരു സ്വതക്കയാണ്. പിന്നെയോ നിങ്ങൾ ചൊല്ലുന്ന ഒരു തക്ബീർ അല്ലാഹു അക്ബർ, അതൊരു സ്വതക്കയാണ്. ഒരു തഹമീദ്, ഒരു അൽഹംദുലില്ലാ, അതൊരു സ്വതക്കയാണ്. അങ്ങനെ പറഞ്ഞ് അംറും ബിൽ മഅറൂഫി വനഹ്യുൻ അനിൽ മുങ്കർ, ഒരു നന്മ നിങ്ങൾ ഉപദേശിക്കുമ്പോൾ, ഒരു തിന്മ നിങ്ങൾ വിലക്കുമ്പോൾ, അതൊക്കെ സ്വതക്ക, പ്രതിഫലം ലഭിക്കുന്ന സ്വതക്ക. പണക്കാരൻ സമ്പത്ത് കൊടുത്ത് നേടുന്നത് നിങ്ങൾ ഇങ്ങനെ നേടുന്നു. എന്നിട്ട് അവിടുന്ന് പറയാമെന്ന്. എത്രത്തോളം എന്നറിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബത്തെ നിങ്ങൾക്കറിയുമോ? അഹദിക്കും സ്വതക്ക, നിങ്ങളിൽ ഓരോരുത്തരുടെയും ജനനേന്ദ്രിയത്തിൽ പോലും നിങ്ങൾക്കൊരു സ്വതക്കയുണ്ട്. എന്തിന്? ജനനേന്ദ്രിയത്തിൽ പോലും നിങ്ങൾക്കൊരു സ്വതക്ക. ആകാംക്ഷയോടെ സ്വഹാബത്ത് ഇങ്ങനെ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, അയഅതി അഹദുനാ ശഹവതഹു, ഞങ്ങളിൽ ഒരാൾ അവൻ്റെ വികാരം ശമിപ്പിക്കുന്നു. ഞങ്ങളിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ വികാരം ശമിപ്പിക്കുന്നു. വയകൂന ലഹു ഫീഹ അജ്റുൻ, അതിലും അദ്ദേഹത്തിന് പ്രതിഫലം ഉണ്ടെന്നാണോ അവിടുന്ന് ഈ പറയുന്നത്? കേട്ടോ, ജനനേന്ദ്രിയത്തിൽ സ്വതക്ക എന്ന് പറഞ്ഞാൽ ഒരാൾ തൻ്റെ വികാരം ശമിപ്പിക്കുമ്പോൾ അതിലും പ്രതിഫലമോ എന്ന് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അറഅയ്തും, അല്ലാതെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ നോക്കിയാ, ലൗ വളഅഹ ഫീ ഹറാം, ആ മനുഷ്യൻ തൻ്റെ ജനനേന്ദ്രിയത്തെ ഒരു ഹറാമിലാണ് ഉപയോഗിച്ചതെങ്കിൽ, അകാന അലൈഹി ഫീഹാ വിസ്റുൻ, ആ കാര്യത്തിൽ അദ്ദേഹത്തിന് ശിക്ഷ ഉണ്ടാവില്ലേ? അദ്ദേഹം ശിക്ഷിക്കപ്പെടില്ലേ? ഇല്ലേ? ശിക്ഷിക്കപ്പെടുമല്ലോ. എങ്കിൽ ഫകദാലിക്, അതേ പ്രകാരം, ഇദാ വളഅഹ ഫിൽ ഹലാൽ, തൻ്റെ ജനനേന്ദ്രിയത്തെ ഒരാൾ ഹലാലിൽ ഉപയോഗിക്കുമ്പോൾ, തൻ്റെ ഭാര്യയിൽ ഉപയോഗിക്കുമ്പോൾ, കാന ലഹു അജ്റുൻ, അതിൽ അദ്ദേഹത്തിന് ഒരു കൂലി, പ്രതിഫലം. നാം നമ്മുടെ വികാരം, നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതോടൊപ്പം പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്ന ഒരു കർമ്മമായി അത് രേഖപ്പെടുത്തുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു. ബുഖാരിയിലും മുസ്ലിമിലും നമുക്ക് കാണാം, ലഖദ് റഅയ്തു റജുലൻ, ഞാനിങ്ങനെ സ്വർഗത്തിലായിരുന്നപ്പോൾ, ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെപ്പോഴാ? മിഅ്റാജിന് പോയ സന്ദർഭത്തിലാണ്. ഞാനൊരാളെ കണ്ടു. എന്താണ് അദ്ദേഹം? യതഖല്ലബു ഫിൽ ജന്ന, അദ്ദേഹം സ്വർഗത്തിൽ വളരെ ആവേശപൂർവ്വം, സന്തോഷപൂർവ്വം അങ്ങനെ സഞ്ചരിക്കുക, ഇവിടുന്ന് അങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊരു മനുഷ്യനാണ്. എന്താണ് ഈ സന്തോഷം എന്നറിയോ നിങ്ങൾ? ഫീ ഷജറത്തിൻ, അതൊരു മരത്തിൻ്റെ കാര്യത്തിലാണ്. സ്വർഗത്തിൽ അത്യുന്നതമായി പദവി ആ മനുഷ്യന് ലഭിക്കാനുള്ള കാരണം കേവലം ഒരു മരമാണ്. എന്താണത്? ഖതഅഹാ മിൻ ലഹരി ത്വരീഖ്, വഴിവക്കിലെ ആ മരം അദ്ദേഹം മുറിച്ചു നീക്കി. എന്തുകൊണ്ടാണ് മുറിച്ചു നീക്കിയത്? കാനത്ത് തുഖദിൽ മുസ്ലിമീൻ, ജനങ്ങൾക്ക് പ്രയാസമായിരുന്നു അത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു മരത്തെ, മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു മരത്തെ, ഇവിടെ മുസ്ലിം എന്നാണ് ഹദീസിലെ വാക്കെങ്കിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ മരം
യാത്ര പോകുന്നവർക്ക്, വാഹനം കൊണ്ടുപോകുന്നവർക്കൊക്കെ ബുദ്ധിമുട്ട്, അദ്ദേഹം അതങ്ങ് മാറ്റി. അത് അദ്ദേഹം ചെയ്ത നന്മ. ഈ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിമാണ് ഉദ്ധരിക്കുന്നു. അതിൻ്റെ വിഷയത്തിൽ അദ്ദേഹം സ്വർഗത്തിൽ സന്തോഷിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അതേ ഹദീസിൻ്റെ ബാക്കി ഇങ്ങനെ കാണാം. വഫീ റിവായത്തിൻ, മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് ഉള്ളത്. മർറ റജുലുൻ ബിഗുസ്നി ഷജറത്തിൻ, ഒരു മരക്കൊമ്പിൻ്റെ അടുത്ത് കൂടി ഒരു മനുഷ്യൻ നടന്നുപോയി. അലാ ലഹരി ത്വരീഖിൻ, വഴിവക്കിലെ. ഫഖാല, അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എന്താണ്, ഈ മരക്കൊമ്പ് ഇങ്ങനെ ചാഞ്ഞിട്ട് പോകുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണേ, ലഉനഹിയന്ന ഹാദാ, ഇത് ഞാൻ മുറിച്ച് നീക്കുക തന്നെ ചെയ്യും. എവിടുന്ന്? ഈ വഴിവക്കിൽ നിന്ന്. എന്തിന്? അനിൽ മുസ്ലിമീന ലാ യുഅ്ദീഹിം, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകാതിരിക്കാൻ എന്ന് അദ്ദേഹം അങ്ങ് പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ പറയാ, ഫഉദ്ഖിലൽ ജന്ന, എന്ത്? ഫഉദ്ഖിലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടു. നോക്കണേ. വമാ തഫ്അലു മിൻ ഖൈറിൻ ഫഇന്നല്ലാഹ ബിഹി അലീം. ചെറിയ കാര്യങ്ങളാണ്. അത് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയാണ്. ചെറിയ കാര്യം നമ്മളതിനെ ഗൗനിക്കില്ല. പക്ഷെ അള്ളാഹുവിങ്കൽ അത് വലിയ പ്രതിഫലം നേടിത്തരുന്ന പുണ്യകർമ്മമാണ്. ഹദീസിന്റെ വാക്കി ഇങ്ങനെയാണ്. വഫീ റിവായത്തിന്, മറ്റൊരു റിപ്പോർട്ടിൽ നോക്കൂ, ബൈനമാ റജുലുൻ യംശി ബിത്വരീഖ്, ഒരാൾ ഒരു വഴിയിലൂടെ നടക്കുകയാണ്. ഇതാ സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ അനുഭവപ്പെടാവുന്ന ഒരു കാര്യം. നമ്മളെപ്പോഴും ഈ കോടാലി മഴുകൊണ്ട് നടക്കുകയല്ലാരും അല്ലേ. ചിലപ്പോൾ മുറിക്കാൻ ബുദ്ധിമുട്ട് വരും. പുരക്കാരൻ സ്ഥലത്തിൻ്റെ ഉടമയൊക്കെ വരും. അവരവൻ്റെ സ്ഥലത്തുനിന്ന് മുറിക്കാൻ പറ്റും. പക്ഷെ നാമൊക്കെ പലപ്പോഴും അഭിമുഖീകരിക്കുന്ന രംഗം ഇതാണ്. അദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹം കണ്ടു, എന്ത്? ഉസ്ന ഷൗക്കിൻ, മുള്ളുള്ള ഒരു കൊമ്പ്. മുള്ളില്ലെങ്കിലും അല്ലേ, ഓലമടലാണെങ്കിലും ചേരിയാണെങ്കിലും മട്ടലാണെങ്കിലും കമ്പാണെങ്കിലും മുള്ളാണെങ്കിലും കുപ്പിക്കഷ്ണമാണെങ്കിലും എന്താണോ നാം കാണുന്നത് അത് നീക്കുക എന്നതാണ് എന്ത്? ഒരു മുഅ്മിനിൻ്റെ ബാധ്യത. അത് അത് ഈമാനിൻ്റെ അവസാനം. ഈമാൻ അതിൻ്റെ ആദ്യം ഒന്നാമത്തെ ഘട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ അതിൻ്റെ അവസാനം എന്താണ്? ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിലെ ബുദ്ധിമുട്ട് നീക്കുക എന്നതാണ്. അത് എന്ത് ചെയ്തു? ആ മുള്ളുള്ള മരക്കൊമ്പ് കണ്ടപ്പോൾ ഫഅഖറഹു, അതെടുത്ത് അല്ലേ മാറ്റി. നമ്മളൊക്കെ പോകുമ്പോൾ ബൈക്ക് അവിടെ നിർത്തും. ഓല, മടൽ, തേങ്ങ, ചേരി ഇതൊക്കെ കണ്ടല്ലേ, അത് നമ്മൾ ചെയ്യണം. ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടാലും പുറകെ വരുന്നവരായിരിക്കും അതിനെ മേലെ കയറി വഴുതി വീണാകെ ബുദ്ധിമുട്ടാകുന്നു. ആ മനുഷ്യൻ എന്ത്? ഫഅഖറഹു, അദ്ദേഹം അത് മാറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫശക്കറല്ലാഹു ലഹു, നോക്കണേ, അള്ളാഹു ആ മനുഷ്യന് നന്ദി പറഞ്ഞു. ഫഗഫറ ലഹു, പുറത്ത് കൊടുക്കുകയും ചെയ്തു. ചെറിയൊരു കാര്യമായി ചെയ്തു. അള്ളാഹു നന്ദി പറയുക. ആര് നന്ദി പറയുക? അള്ളാഹു നന്ദി പറഞ്ഞു, പുറത്തു കൊടുക്കുകയും ചെയ്തു എന്ന്. അവസാനമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, അബൂദർ റളിയല്ലാഹു തആല അൻഹുവിൽ ഉദ്ധരിക്കുന്ന, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. ഉരിളത്ത് അലയ്യ അഅമാലു ഉമ്മത്തി, നോക്കൂ, എൻ്റെ ഉമ്മത്തിൻ്റെ സകല കർമ്മങ്ങളെയും എനിക്ക് കാണിച്ചു തന്നു, എൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. ആരാ പറയുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം എന്ന് പറയുമ്പോൾ ഹസനുഹ വസയ്യുഹ, എല്ലാ നല്ലതും ചീത്തയുമായ കർമ്മങ്ങൾ ഒക്കെ എനിക്ക് കാണിച്ചു. ഞാനിങ്ങനെ നോക്കിയപ്പോൾ അതിലെന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് ഞാൻ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫവജത്തു ഫീ മഹാസിനി അഅമാലിഹ, നോക്കൂ, പുണ്യകർമ്മങ്ങളിൽ ഞാൻ കണ്ടത്, എൻ്റെ ഉമ്മത്തിൻ്റെ പുണ്യകർമ്മങ്ങളിൽ ഞാൻ കണ്ടത് എന്താണ്? നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. എന്താണ്? അൽ അദാ യുമാതു അനി തരീഖ്, വഴിയിലെ മാലിന്യങ്ങൾ നീക്കിയതാണ്. വഴിയിലെ ബുദ്ധിമുട്ടുകൾ നീക്കപ്പെടുന്നതായിട്ട് ആ നന്മകളുടെ കൂട്ടത്തിൽ എനിക്ക് കാണാൻ കഴിയും. ഉണ്ടോ? ചെറിയ സംഭവം നല്ലത്. അതൊരു ടിഷ്യൂ പേപ്പറാണ്. പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ നമ്മൾ നടന്നു പോയി പഴത്തൊലി ഇങ്ങനെ വലിച്ചെറിയും അല്ലേ. എറിയുന്നവർക്ക് യാതൊരു സെൻസും ഉണ്ടാവില്ല. കാരണം ഇതുപോലെയുള്ള ഒരു നാട്ടിൽ എവിടെയും ഡസ്റ്റ്ബിൻ ഉണ്ട്, വേസ്റ്റുകൾ നിക്ഷേപിക്കാൻ സൗകര്യമുണ്ട്. ഈ ഭൂമിയും പ്രദേശവും ഫുട്പാത്തും കണ്ടാൽ തന്നെ എറിയാൻ തോന്നില്ല. എങ്കിലും അല്ലേ മനഃപൂർവ്വം വലിച്ചെറിയുന്ന മനുഷ്യന്മാരെ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ പഴത്തൊലിയോ അതൊക്കെ എടുത്ത് മാറ്റിയാൽ അത് നന്മയുടെ കോളത്തിലാണ് രേഖപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയണം, നോക്കൂ, വജത്തു ഫീ മസാവി അഅമാലിഹ,
ഞാൻ കണ്ട എൻ്റെ ഉമ്മത്തിൻ്റെ ചീത്തയായ കർമ്മങ്ങളിൽ കാണാൻ കഴിഞ്ഞ ഒന്നെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അന്നുഹാ, തുപ്പൽ. അതാണ് തുപ്പൽ എന്ന് പറയുക, മൂക്കട്ട എന്നറിയാം അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് പള്ളിയിൽ പോയിട്ട് ഈ വൈകുന്നേരം ഈ മന്തിയൊക്കെ അടിച്ച് പോകുമ്പോൾ ചിലപ്പോൾ അല്ലേ ഈ കോഴീൻ്റെയോ ബീഫിൻ്റെയോ ഒക്കെ ഉണ്ട്, അതൊക്കെ മനുഷ്യന്മാർ കൈകൊണ്ടൊക്കെ തോന്നുന്നു കാണാം. ചിലപ്പോൾ അത് അവിടെ ഉണ്ടാവും. ഈ തുപ്പൽ തക്കൂനു ഫിൽ മസ്ജിദി ലാ തുദ്ഫൻ, അത് നീക്കാതെ പള്ളിയിൽ കിടക്കുന്നതായി ഞാൻ കണ്ടു. ഈ തുദ്ഫൻ എന്ന് പറഞ്ഞാൽ മറമാട് എന്നുള്ള വാക്കാണ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഒക്കെ കാലത്ത് പള്ളി എന്ന് പറഞ്ഞാൽ ഈ മണലിൽ നിസ്കരിക്കുന്ന രീതിയാണല്ലോ. പണ്ടൊരു മനുഷ്യൻ വന്നിട്ട് മൂത്രമൊഴിച്ചിട്ട് അതൊക്കെ ഈ മണലിലാണ്. ആ ഒരു പ്രയോഗം അങ്ങനെയാണ്. ഇവിടെ നമ്മൾ നീക്കാതെ ഒരു തുപ്പൽ, ഒരു മൂക്കട്ട, ഒരു മാലിന്യം നീക്കാതെ കണ്ടു എന്നതാണ് എൻ്റെ ഉമ്മത്തിലെ ചീത്ത കർമ്മമായിട്ട് എനിക്ക് കാണാൻ സാധിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ ഒരു ടിഷ്യൂ ഇവിടെ ചിലർ ഇങ്ങനെ തുടച്ചിട്ട് ഇങ്ങനെ അറിയാതെ വീണ് പോകുന്നൊക്കെ ഉണ്ടാവും. നമ്മളൊന്നും എടുക്കാതെ പോകരുത്. ടിഷ്യൂ പേപ്പറിൻ്റെ ഒരല്പമാണെങ്കിലും, ഒരു പൊടിയാണെങ്കിലും, ഒരു ഇല പാറി വന്ന് വീണതാണെങ്കിൽ. ചില മനുഷ്യന്മാരൊക്കെ ഈ പള്ളിയിൽ എന്നിട്ട് ഈ മടമ്പല്ലി ഇങ്ങനെ പൊട്ടിയ മടമ്പല്ലി ഇങ്ങനെ ചൊറിഞ്ഞിട്ട് അതൊക്കെ പള്ളിയിൽ വീണ നമുക്ക് മനസ്സിലായില്ലേ. നമ്മൾ എടുക്കാതെ പോകരുത്, നീക്കാതെ ലാത്തുതുഫൻ, അത് എടുത്ത് നീക്കാതെ നമ്മൾ പോകരുത്. അതൊക്കെ ഭയങ്കരം അള്ളാഹുവിൻ്റെ റസൂലിന് കാണിച്ച തിന്മയിൽ ഒന്നാണത്. അപ്പോൾ ആ പള്ളിയിലെ തന്നെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അത് പൊക്കിയെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നിന്ന് എടുത്തിട്ട് അത് മാറ്റിപ്പോരുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടാവുക. അള്ളാഹുവിൻ്റെ റസൂൽ സ്വഹീഹായ അവിടുന്ന് പറഞ്ഞ ഇത്തരം വചനങ്ങൾ സ്വഹീഹായ ഹദീസുകളായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഏതൊരു പുണ്യകർമ്മത്തിനും ഏറെ പ്രതിഫലം 10 മുതൽ 70, 700 ഇരട്ടി അതിനപ്പുറവും റമളാനാകുമ്പോൾ അല്ലേ, നോമ്പുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ പ്രതിഫലത്തിന് അറ്റമില്ല. അങ്ങനെ ലഭിക്കുന്ന പുണ്യങ്ങളുടെ ഒരു പ്രവാഹം, നന്മകളുടെയും പ്രതിഫലങ്ങളുടെയും വസന്തമായ ഈ മാസം തീരാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ ജാഗ്രത നമുക്കൊക്കെ വേണം. ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. ഓരോ സെക്കൻഡും എന്ന് പറയുമ്പോൾ വരാനിരിക്കുന്ന ഓരോ നിമിഷവും കഴിഞ്ഞതിനേക്കാൾ പ്രതിഫലാർഹമാണ്, വളരെ ശ്രേഷ്ഠമാണ്. ഓരോ ദിവസവും അള്ളാഹു നരകത്തിൽ നിന്ന് ആളുകളെ, ലിസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെ അള്ളാഹു മോചിപ്പിക്കുന്നു. ആ ഉത്തഖാകളിൽ മോചിപ്പിക്കുന്നവരിൽ നമ്മൾ പെടണം, നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതം, നമ്മുടെ വയസ്സ് എത്രയും നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇത്രയും വയസ്സിനിടയിൽ നാം ചെയ്ത തിന്മകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, അതിൻ്റെ ഗൗരവതരമായ സ്വഭാവം നമുക്കറിയാം. അതിൽ ചെറുതും വലുതൊക്കെ നമുക്കറിയാം. അറിയുന്നവർ നമ്മളാണ് ഏറ്റവും കൂടുതലായിട്ട്. അതൊക്കെ ഓരോന്നും എടുത്ത്, മനസ്സിലായില്ലേ, അതിൽ അപകടകരമായിട്ടുള്ളതുണ്ട്, അശ്ലീലമായിട്ടുള്ളതുണ്ട്, അനീതി നിറഞ്ഞതുണ്ട്, അതിക്രമപരമായിട്ടുള്ളതുണ്ട്. അതൊക്കെ എടുത്തിട്ട് വേറെ തന്നെ മറ്റൊക്കെ ചിലപ്പോൾ നമ്മൾ ഒരു തസ്ബീഹ് ചെല്ലുമ്പോൾ ചില തിന്മകളൊക്കെ അള്ളാഹു പുറത്തു പോകും. നമ്മളൊരു സുന്നത്ത് നോമ്പ് കൊണ്ട് കുറേ മൈനർ, വളരെ ചെറിയ പാപങ്ങൾക്ക് അള്ളാഹു പുറത്തു പോകും. പക്ഷെ നമ്മൾ എടുത്തു പറയേണ്ട തിന്മകൾ, അതെടുത്ത് പറയേണ്ട സമയം ഇത് അതിക്രമിച്ചിരിക്കുന്നു. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ടല്ലോ പ്രൊക്കാസ്റ്റിനേഷൻ, നീട്ടിവെക്കുന്ന സ്വഭാവം, അത് പിശാചിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ളുഹർ നിസ്കരിച്ച് പ്രാർത്ഥിക്കാൻ നോക്കുമ്പോൾ പിശാച് പറയും വേണ്ട, ഇപ്പം ചെയ്യുന്നത് അസർക്ക് പ്രാർത്ഥിക്കാമെന്നറിയും. അസർക്ക് ലക്ഷം ഖുർആനൊക്കെ ഓതിയിട്ട് പ്രാർത്ഥിക്കാൻ. അസർക്ക് നിങ്ങൾക്ക് ഇതിനേക്കാളും ലക്ഷ്യമായിരിക്കും. ഇശാബാഗ് നിസ്കരിച്ച ഉടനെ നിങ്ങൾ തറാവി കഴിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ പിശാച് സമ്മതിക്കില്ല. ഏതായാലും ഖിയാമുലയിൽ പോകുന്നുണ്ട്, അപ്പം പ്രാർത്ഥിക്കാൻ പറയും. പ്രാർത്ഥിക്കാൻ വിടില്ല, നമ്മെ നന്നാവാൻ വിടില്ല പിശാച്. അതുകൊണ്ട് പിശാചിനുള്ള മത്സരമാണ്. റമളാൻ മാസമാണ്, പിശാചി ചങ്ങലയിലാണെന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ. അങ്ങനെ ചില മനുഷ്യന്മാർ വിചാരിക്കും, അല്ലേ, പിശാചി ചങ്ങലയിലല്ലേ, സ്വർഗം തുറന്നു വെച്ചിട്ടല്ലേ, അല്ലേ, ആണോ? ഏറ്റവും കൂടുതൽ പിശാചി നമ്മുടെ ഒപ്പം റമളാൻ മാസത്തിലല്ലേ, അല്ലേ? സമ്മതിക്കില്ലല്ലോ ഒന്നിന്. പിശാചിനെ തോൽപ്പിക്കാൻ തന്നെയാണ് നമ്മുടെ അങ്ങേയറ്റത്തെ പരിശ്രമം വേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനെ, അള്ളാഹു ഞങ്ങളെ നീ സ്വീകരിക്കണമേ. റഹ്മാനെ, ഞങ്ങളുടെ നോമ്പും ഞങ്ങൾ ചെയ്യുന്ന ആരാധനകൾ, നമസ്കാരം, സദഖ, സക്കാത്ത്, അനുബന്ധമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ഇഖ്ലാസുള്ള കർമ്മങ്ങളായി ഞങ്ങൾ നീ സ്വീകരിക്കണമേ. റഹ്മാനെ, ഇതുവരെ ഞങ്ങൾ നോട്ട എല്ലാ നോമ്പുകളും നീ സ്വീകരിക്കണമേ. റഹ്മാനെ, അവശേഷിക്കുന്ന ദിനങ്ങളിൽ നോമ്പുകൾ വിട്ടുപോകാതെ ആഫിയത്തോടെ നോക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണമേ. റഹ്മാനെ, ഇനിയും ഒരുപാട് റമളാനുകളിൽ ജീവിക്കാനും നോമ്പ് നോൽക്കാനും ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും നീ തൗഫീഖ് ചെയ്യണമേ. റഹ്മാനെ,
ഞങ്ങളിൽ പലരും ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരിലും പലവിധ രോഗങ്ങൾ, അസുഖങ്ങൾ, ഗുരുതരമായ അവസ്ഥകൾ, എല്ലാവർക്കും നീ ശിഫ ആഫിയത്ത് നൽകിയാണമേ റഹ്മാനെ. മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും മുറ്റവരും ഉടയവരും അവർക്കൊക്കെ നീ അവരുടെ ബർസഖ് നന്നാക്കി കൊടുക്കണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ നരകമോചനം ശ്രദ്ധിക്കുന്ന ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. മേഖലയിൽ ഉരുണ്ടുകൂടിയിട്ടുള്ള യുദ്ധാന്തരീക്ഷം വലിയ പ്രതിസന്ധിയിലാണ് ലോകം മൊത്തം. ഏതായിരുന്നാലും അസമാധാനത്തിൻ്റെയും അസ്വസ്ഥതയുടെയുമായി ഈ സന്ദർഭം അള്ളാഹുവെ കടന്നുപോയി. എല്ലാവർക്കും സമാധാനം നീ നൽകണമേ റഹ്മാൻ. നിന്റെ ബർക്കത്തും നിന്റെ അനുഗ്രഹവും ഞങ്ങളിലൊക്കെ നീ വർഷിക്കണമേ റഹ്മാൻ. നിരപരാധികൾക്ക് അള്ളാഹുവെ നീ രക്ഷയും സമാധാനവും നൽകണമേ അള്ളാഹ്. ളാലിമീങ്ങളെ നീ പരാജയപ്പെടുത്തണമേ റഹ്മാൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وآله وصحبه وسلم. السلام عليكم ورحمة الله.